എന്താ ചിപ്പി മോൻ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. പറയടോ. അമ്മ ഓഫീസില് അഞ്ജലിക്ക് പ്രൊമോഷൻ ആയതായി ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ അവളൊരു ഡിന്നർ പാർട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ആ, ആ, അവളുടെ വീട്ടിൽ വെച്ചിട്ടാണോ പരിപാടി? ആ, അവളുടെ വീട്ടിൽ വെച്ചിട്ടാ പരിപാടി. പക്ഷെ ചേട്ടനോട് പറഞ്ഞപ്പം പോവണ്ടാന്നാ പറയുന്നത്. രാത്രി പരിപാടിക്കൊന്നും പോവണ്ടാന്ന്. എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ എല്ലാരും പങ്കെടുക്കുമ്പോ ഞാൻ മാത്രം മാറി നിന്നാൽ അവരെന്ത് വിചാരിക്കുന്ന ഓർത്തിട്ടാ. അതിനെന്താ, മോള് പോക്കോ, അവനോട് ഞാൻ പറഞ്ഞോളാം. വേണ്ടമ്മേ, ഞാൻ പോകുന്നില്ല. ചേട്ടന് തീരെ താല്പര്യമില്ലല്ലോ. അതൊന്നും വേണ്ട. പൊക്കോ, പോകാതിരിക്കരുത്. ഇപ്പൊ പ്രൊമോഷനൊക്കെ ആയിട്ട് ഒരു പാർട്ടി കൊടുക്കുമ്പോ പോയില്ലെങ്കിൽ പിന്നെ അസൂയ അതും കൂടെ പറഞ്ഞു കളയും. അതുകൊണ്ട് എന്തായാലും പൊക്കോ. അവനോട് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ആ, എടാ, നീ ചിപ്പി മോളോട് പറഞ്ഞോ ഇന്ന് വൈകുന്നേരത്തെ പരിപാടിക്ക് ആ പോകണ്ടെന്ന്? ഞാൻ പറഞ്ഞായിരുന്നു. എടാ, നീ ഏത് നൂറ്റാണ്ടിലാ കൊച്ചേ ജീവിക്കുന്നത്? നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടാ? ഏ, അവള് പൊക്കോട്ടെ, എല്ലാരും പോകുമ്പോ അവള് മാത്രം മാറി നിൽക്കുമ്പോ എന്തോ പോലെയല്ലേ? അതിന് അവള് മാത്രമല്ലല്ലോ പെണ്ണായിട്ടുള്ളത്, വേറെ കുറെ സ്റ്റാഫ് ഇല്ലേ? പിന്നെ നിനക്കെന്താന്നേ? രാത്രിയിൽ അവളങ്ങനെ ഒറ്റയ്ക്ക് പോയി ശരിയാകില്ല അമ്മേ. അതിനെന്താ, അവളെ ആരെങ്കിലും പിടിച്ച് വിടുമോ? അവളെ നോക്കാനൊക്കെ അവക്കറിയാം. നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ കൊണ്ടുവന്നാക്ക്, എന്നിട്ട് കൂട്ടിക്കൊണ്ടും വാ. കഴിയുമ്പോ അവള് വിളിക്കുമല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീയും പോ അവളുടെ പരിപാടിക്ക് കൂടാൻ വേണ്ടിട്ട്. എനിക്ക് പോകാൻ സമയമില്ല അമ്മേ, അതുകൊണ്ടല്ലേ. എന്നാ പിന്നെ ഞാനും അച്ഛനും കൂടെ അവളെ കൊണ്ട വിട്ടേക്കാം. അവൾ ഓഫീസും കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ. അപ്പൊ ഞാനും അച്ഛനും കൂടെ അവളെ കൊണ്ട വിട്ടേക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ബൈക്ക് എടുത്തോണ്ട് പോകും, നിന്റെ കാർ ഇവിടെ ഇട്ടേക്ക്. അപ്പുറത്തെ സുഭാഷിനെ വിളിച്ചിട്ട് നിന്റെ വണ്ടി എടുത്ത് ഞങ്ങൾ കൊണ്ടുപോക്കണം. ആ വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ഗുഡ് ബോയ്. നീ അമ്മയോട് പറഞ്ഞ് കാര്യം സാധിച്ചെടുത്തല്ലേ. ഞാൻ അമ്മയോടൊന്നും പറഞ്ഞൊന്നുമല്ല. എന്റെ മോൻ കണ്ടപ്പം അമ്മയ്ക്ക് മനസ്സിലായതാ. എന്റെ മോൻ തെക്കോട്ടോ വടക്കോട്ടോ ഒന്ന് മാറിയാ മതി, അപ്പൊ തന്നെ അമ്മയ്ക്ക് നീ മനസ്സിലാവും. എന്തിനാ തെക്കോട്ടും വടക്കോട്ടും മുഖം മാറ്റാൻ നിൽക്കുന്നത്? അത് പിന്നെ ഉള്ളിലൊന്നിരിക്കുമ്പോൾ പുറത്ത് വേറൊന്ന് കാണിക്കാൻ എനിക്കറിയത്തില്ല. എന്റെ ഉള്ളിലുള്ളത് തന്നെ എപ്പോഴും എന്റെ മുഖത്തുണ്ടാവും. എന്നാണേലും ശരി, ഞാൻ വൈകുന്നേരം വന്നേക്കാം. നീ ടൂറിന് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ രാവിലെ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ സംഘത്തിൽ നിന്ന് എല്ലാരും പോകുന്നുണ്ടല്ലോ, പിന്നെ നീ മാത്രം എന്താ പോകാത്തെ? ഇടി, നമുക്ക് പോയിട്ട് വരാം. 2 ദിവസത്തെ ടൂറല്ലേ ഉള്ളൂ. ഒരു ദിവസത്തെ ടൂർ ആയിരുന്നെങ്കിൽ അങ്ങ് വന്നേക്കായിരുന്നു. അത് ഞായറാഴ്ച ആണെങ്കിലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. മോള് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതല്ലേ. അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് വെച്ചിട്ട് വേണ്ടേ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വരുന്നില്ലെന്ന് വിചാരിച്ചത്. എന്റെ പൊന്നു ഹേമ, എന്റെ വായിരിക്കുന്ന കേക്കരുത് കേട്ടോ. കൊള്ളാലോ, നിന്റെ മരുമോൾ എന്താ ഇള്ളാ വാവയാണോ? എനിക്കും ഉണ്ട് മരുമോള്, 1 വയസ്സുള്ള കൊച്ചും ഉണ്ട്. എന്നിട്ട് ഞാൻ പോകുന്നുണ്ടല്ലോ ടൂറിന്. ഇത് കൊച്ചൊന്നുമില്ലല്ലോ. രാവിലെ എത്തിച്ചിരി ചോറും കറി എന്തെങ്കിലും ചായക്ക് കടിയും ആക്കിയിട്ട് ജോലിക്ക് പോകണം. അത് ഇത്ര വലിയ കാര്യമാണോ? അല്ലേ? കാര്യം നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നേ. വൈകുന്നേരം ആ പെണ്ണ് മടുത്താണ് ഓഫീസിൽ നിന്ന് വരുന്നത്. അയ്യോ, കാണണം. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കണമെങ്കിലേ ഒറ്റയ്ക്ക് കുടിക്കണ്ടേ. അപ്പൊ ഞാൻ ഉള്ളപ്പോ അതിങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ടേ. അത് എനിക്ക് വന്നു കഴിഞ്ഞാൽ ശരിയായില്ല. അതാ വരാത്തത്. അയ്യോ, ഞാനില്ല. ഓ, നിന്നെ ടൂറിന് പോകാൻ വേണ്ടി വിളിക്കാൻ രാവിലെ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. അവള് അവളുടെ ഒരു മരുമോള് എന്തെങ്കിലും ചെയ്യും. ഞാൻ പോവാം. ഞങ്ങളെ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം. ആ, ഒക്കെ ദേഷ്യം വന്നു. ഷോ, കഷ്ടമായി പോയി അമ്മേ. അമ്മയ്ക്കും കൂടി പോകായിരുന്നു ടൂറ്. അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ. എല്ലാരും കൂടി അടിച്ചു പൊളിച്ചൊന്ന് പോയിട്ട് വരത്തില്ലായിരുന്നോ? ഓ, കഴിഞ്ഞ മാസമല്ലേ നമ്മളെല്ലാരും കൂടി ഊട്ടിയിലൊക്കെ ടൂറ് പോയിട്ട് വന്നത്. ഇത് എപ്പോഴും എന്തിനാ ഈ ടൂറ് പോകുന്നേ? അമ്മ, യാത്ര ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരവസരങ്ങളും നമ്മൾ പാഴാക്കരുത്. അപ്പൊ പോയി, ഇപ്പൊ പോയി, കഴിഞ്ഞ ആഴ്ച പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം ഇനിയിപ്പം അടുത്ത കൊല്ലം അല്ലേ പോകുള്ളൂ. പോയി കഴിഞ്ഞാൽ എന്റെ മനസ്സ് അവിടെയൊന്നും കാണുകയല്ലേ, ഇവിടെ നിന്റെ അടുത്ത് തന്നെയായിരിക്കും. നീ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന ഓർത്തിട്ട്. അച്ഛനും ഒരു മകനും ഉണ്ട്. ഒരു ഭാഗം അടുക്കളന്റെ പരിസരത്തോട്ട് ഇന്നേവരെ അവർ കയറിയിട്ടില്ല. അവരുടെ അടുത്താ നിന്നെ ഞാൻ ഇട്ടിട്ട് പോകേണ്ടത്. നിന്നെ ഇട്ട് കഷ്ടപ്പെടുത്തും. നീ അഥവാ നീ ഒന്നും കഴിക്കാണ്ട് ചോറ് കൊടുക്കാണ്ട് ഇവിടുന്ന് ഓടിപ്പോയി ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട്, ഇന്നാള് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് സുഖമില്ലാണ്ടായത് ഓർമ്മയുണ്ടോ വയറിന്? അതുപോലെ അങ്ങനെ ആയി പോവെന്നൊക്കെ ഓർത്ത് എനിക്ക് അതാ ഞാൻ പോവാത്തത്. ഇതാണ് എല്ലാ അമ്മമാരുടെയും കുഴപ്പം. മക്കൾക്ക് വേണ്ടി അങ്ങനെ ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അവനവന് വേണ്ടി പോയിട്ട് കുറച്ചൊക്കെ ജീവിക്കണം. അതെ, അതെന്റെ സന്തോഷമാണ് കേട്ടോ. ശോ, ഈ അമ്മയുടെ ഒരു കാര്യം. അയ്യോ, ഇത്രയും മുട്ടയുള്ളൂ. പക്ഷേ ഞാൻ 25 മുട്ടയ്ക്കല്ലേടി പറഞ്ഞത്. ഞാൻ 25 മുട്ട എടുത്ത് വെച്ചതാന്നേ. അപ്പഴാ നമ്മുടെ വിജന ചോദിക്കുന്നേ, ചേച്ചി മുട്ട ഉണ്ടെങ്കിൽ കുറച്ച് തരുമോന്ന്. അപ്പൊ പിന്നെ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നത്? അവിടെ 2 കുഞ്ഞു പിള്ളേരുള്ളതല്ലേ. അപ്പൊ പിന്നെ ചോദിക്കുമ്പോ എനിക്ക് ഇല്ലാന്ന് പറയാൻ തോന്നിയില്ല. അതാ കൊടുത്തത്. ആണോ? ആ, സാരമില്ല. ചിപ്പിമോക്കെ രാവിലെ ഓരോന്ന് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നേ. രാവിലെ ഈ ജോലിക്ക് പോകുമ്പോ ഭക്ഷണം കഴിയൊക്കെ കണക്കാ. എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ഓട്ടമാ. അപ്പൊ ഞാൻ ഓർത്തൊരു മുട്ടയും ആക്കി കൊടുത്ത് പാലും കുടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലേ അത്ര ആയില്ലേ നോക്കട്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? എവിടെന്നെങ്കിലും വേറെ നോക്കാം. അയ്യോ, വേണ്ട, വേറെ എവിടെയും പോയി മേടിക്കണ്ട. ഞാൻ അടുത്ത ആഴ്ച തരാന്നേ. അടുത്ത ആഴ്ചത്തേക്ക് മുട്ട ഉണ്ടാവും തരാൻ.
ആണോ? ആ, എടുത്ത് മാറ്റി വെച്ചേക്കണേ. ആ, എന്നാ ഞാൻ പോട്ടെ. ഇതെന്താ? അത് ഇച്ചിരി ചെമ്മീനോ. ചെമ്മീനോ? ഓ, എന്റെ രവിയേട്ടാ, എന്തിനാ ചെമ്മീൻ വാങ്ങിയത്? മോന് ചെമ്മീൻ കഴിക്കുകയല്ലോ. മോൻ കഴിച്ചോളൂലോ. മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അവന്റെ ഭാര്യയുടെ ഇഷ്ടവും കൂടി ഒന്ന് നോക്കണ്ടേ? ഇപ്പൊ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എന്നാ പിന്നെ പോയിട്ട് കുറച്ച് ഞണ്ട് വാങ്ങിക്കൊണ്ട് പോവാ. ഞാൻ മോക്ക് ഞണ്ട് ഫ്രൈ ആക്കി കൊടുത്തോളാം. ഇനിയും പോണോ? ആ, പോണം പോണം പോണം. ഇതിപ്പോ അവൻ കഴിക്കുമ്പോ എന്റെ മോള് നോക്കിയിരിക്കണ്ടേ? അതെനിക്ക് സഹിക്കാൻ പറ്റിയല്ല. കഷ്ടമുണ്ട്. അതിന് പിന്നെ ചെമ്മീൻ അലർജിയാന്നേ, അതുകൊണ്ടാ കഴിക്കാത്തത്, അല്ലാണ്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അപ്പൊ പിന്നെ അവക്ക് പറ്റാത്തൊരു സാധനം നമ്മൾ വീട്ടിൽ വാങ്ങിക്കുമ്പോഴേ അവക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കൂടെ അവക്കായിട്ട് മേടിക്കണ്ടേ? ഇച്ചിരി മേടിച്ചാൽ മതി. ഒരു അമ്മായിമ്മ മരുമോളും വന്നേക്കുന്നു. ഒന്ന് പൊക്കെ ഇവിടുന്ന്. നമുക്കൊരു കരുതല് വേണ്ടേ? നമ്മുടെ മോന്റെ ഭാര്യയല്ലേ ഒന്നുമില്ലെങ്കിലും. ചെല്ലുന്നേ. പോയിട്ട് വരാം. അപ്പൊ അമ്മ ഇന്ന് ടൗണിൽ പോയായിരുന്നോ? ആ, ടൗണിൽ പോയായിരുന്നു. അതല്ലേ ആപ്പിള് വാങ്ങിയത്. ആപ്പിളും പിന്നെ കണ്ണി കണ്ട ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു. പിന്നെ കുറച്ച് ബദാമും കാഷ്യും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം നിനക്ക് വേണ്ടി മേടിച്ചതാ. ഒന്നും കളയാതെ കഴിച്ചോളം, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഉഷയുടെ അടുത്തുനിന്നേ മുട്ട വാങ്ങിയിട്ടുണ്ട്. രാവിലെ മുട്ട കഴിച്ചോണം. പകുതി കടിച്ചിട്ടെങ്ങാനും വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഓരോ മുട്ട വെച്ച് രാവിലെ കഴിച്ചോണം. ആ, പറഞ്ഞേക്കാം. അമ്മ, എനിക്ക് മുട്ട വലിയ ഇഷ്ടമൊന്നുമില്ല. ആ, മുട്ട എന്താ ഇഷ്ടമില്ലാത്തത്? അങ്ങനെ കഴിച്ചാ ഇഷ്ടം വരുന്നത്. അങ്ങോട്ട് കഴിച്ചോണം. ഇഷ്ടം നോക്കി മാത്രം കഴിച്ചാലേ ശരീരത്ത് പ്രോട്ടീനും കാൽസ്യം ഒന്നും ഉണ്ടാകിയല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ഓട്ടപ്പാച്ചില. അപ്പൊ ആരോഗ്യം നോക്കണ്ടേ? ആ, ആരോഗ്യം നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും കാലുവേദന, കൈവേദന, മുട്ടുവേദന, ഉപ്പൂറ്റി വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. പെൺപിള്ളേർക്ക് ഇപ്പൊ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാ? ശരീരം നോക്കി കാൽസ്യമുള്ള അതൊന്നും കഴിക്കാത്തോണ്ട്. ജോലി മാത്രം എടുത്താൽ പോരാ, ആരോഗ്യം കൂടെ നോക്കണം. ആ, മുട്ട കഴിച്ചാൽ എന്താ വരുന്നത്? ഞാൻ ഒന്ന് നോക്കട്ടെ. അമ്മേ. ആ, ലവ് യു. പോയേ ഡ്രസ്സ് മാറ്റിയിട്ട് വാ, കഴിക്കാം. എന്റെ ഹേമ, എന്നാൽ അടിപൊളി ടൂറായിരുന്നു. 2 ദിവസം പോയത് അറിഞ്ഞില്ല. എന്റെ ഇടീ പെണ്ണുങ്ങളെല്ലാം കൂടെ കിടന്ന ഡാൻസും പാട്ടും ബസ്സിനകത്തുനിന്ന് അയ്യോ എന്നെ കൊണ്ട് കളിപ്പിച്ചടി. അവിടെ ആരാണ്ടൊക്കെയോ വീഡിയോ പിടിച്ചിട്ടുണ്ടല്ലോ. ദൈവമേ, നല്ല രസമായിരുന്നു. നിനക്കെ വരാതിരുന്നത് ഭയങ്കര കഷ്ടമായിപ്പോയി. അതങ്ങനെ മരുമോളെ ഇട്ടിട്ട് അങ്ങോട്ടും പോയല്ലോ. മരുമോളെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. എല്ലാം എപ്പോഴും ഇത് കണ്ടാൽ മതി. അല്ല, എന്തി മരുമോള്? ആ, ചിപ്പിമോള് വീട്ടിൽ പോയതാ. ഇന്നലെ പോയതാ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം ആകാറായി. ഇതുവരെ വീട്ടിൽ പോയിട്ട് അങ്ങനെ നിന്നിട്ടേ ഇല്ല. പോയാലും ഒരു ദിവസം കഴിയുമ്പോ ഇങ്ങ് പോരുന്നതാ, രണ്ടുപേരും കൂടി. അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഏതായാലും പോവുമല്ലേ, ഒരാഴ്ച നിന്നിട്ട് പോരേന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളായിരിക്കും. ഓ, എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു വീട്ടിൽ പോകോട്ടെ എന്ന്. ഞാനൊന്നും പിടിയല്ല. അവളുടെ വീട്ടിൽ അവൾ ഒരു 2 ദിവസത്തേക്കെന്ന് പറഞ്ഞ് പോയാൽ പിന്നെ 2 ആഴ്ച കണക്കാം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. അവര് രാവിലെ പോകണം, പിന്നെ വീട്ടിലെ പണി, അയ്യോ മുറ്റമൊന്നും അടിക്കാൻ എന്നെ കൊണ്ട് ഓർക്കാനും കൂടി വയ്യ, ഈ മഴയത്തൊക്കെ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഞാനങ്ങ് വിടുവൊന്നുമില്ല വീട്ടിലേക്ക്. അയ്യോ, അതിന് ആഗ്രഹം കാണിയല്ലേ സ്വന്തം വീട്ടിൽ പോയിട്ട് അച്ഛന്റെ അമ്മയുടെ കൂടെയൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിട്ട്. ജനിച്ചു വളർന്ന വീടും സ്വന്തം അച്ഛനും അമ്മയല്ലേ, അങ്ങനെയൊന്നും പറയരുത്. അല്ല, മിനിഞ്ഞാന്ന് അവള് ആശുപത്രി പോകുന്നുണ്ടല്ലോ. പിന്നെ ആശുപത്രി പോവാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബസ് പിടിക്കേണ്ടതുകൊണ്ട് വേഗം ഓടിയേ. എന്താ പറ്റിയെന്നാ? ആ, ഡോക്ടറെ കാണാൻ പോയായിരുന്നു. പിന്നെ എന്നാ ഡോക്ടർ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല. ഞാനങ്ങ് ചോദിക്കാറൊന്നും പോയില്ല. ആർക്കറിയാം എന്നാ പറഞ്ഞത്. ഞങ്ങളങ്ങനെ മിണ്ടാൻ പറയാറൊന്നും ഇല്ല. ഒരു വീട്ടിലങ്ങനെ കഴിയുന്നുണ്ടെന്നേ ഉള്ളൂ. ആ, ഇപ്പൊ എന്നേലും മിണ്ടിയാൽ തന്നെ വഴക്കായിരിക്കും. ഒരു ശത്രുക്കളെ പോലെയാ. അതുകൊണ്ട് ഞാനങ്ങ് മിണ്ടാറൊന്നും നിൽക്കാറൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം, അത്രേ ഉള്ളൂ. ഡോക്ടർ എന്നാ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചൊന്നുമില്ല. അമ്മേ, അമ്മേ. ആ, ചിപ്പി മോളുടെ ഒച്ചയല്ലേ? ഒരാഴ്ച നിക്കാൻ പോയ മകള് വന്നോ? ഇതെന്നാ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുവോളെന്നും പറഞ്ഞിട്ട് ഇങ്ങ് പോന്നോ? എനിക്ക് അവിടെ പോയിട്ട് എന്തോ പോലെ അമ്മേ. അമ്മയുടെ വിചാരം തന്നെ. അമ്മേനെ കാണാണ്ട് എനിക്ക് നിക്കാൻ പറ്റുന്നേ ഇല്ല ഇപ്പം. കുറെ നാളായില്ലേ ഞാൻ അവിടെ പോയി നിന്നിട്ട്. ഇപ്പം എന്തോ പോലെ അവിടെ പോയിട്ട് ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നുവാ. രാവിലെ എഴുന്നേറ്റാണെങ്കിലും അമ്മേനെ കാണാഞ്ഞിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതാ ഞാൻ രാവിലെ ഏറ്റപ്പോ തന്നെ ഇങ്ങോട്ട് പോകുന്നത് വേഗം. സത്യം പറഞ്ഞ മോള് പോയി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. എങ്ങനെയാ തിരിച്ച് വിളിക്കുന്നതെന്ന് ഓർത്ത് അമ്മ വിളിക്കാതിരുന്നതേ. ആകെപ്പാടെ ഒരു ഒറ്റപ്പെടലായിരുന്നു. അമ്മയ്ക്ക് എല്ലാം മിസ് ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടും കൂടിയല്ലേ ഞാൻ രാവിലെ വന്നത്. പോയി ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് വാ. അമ്മേ, ചായ എടുക്കാം. ഉം വാസന്തി ചേച്ചി. ഇതെന്താ വാസന്തി സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ഒന്നുമില്ല ഹേമേ. നിന്റെ മരുമോക്ക് നിന്നോട് എന്തൊരു സ്നേഹമാ. സ്വന്തം പെമ്മക്കൊക്കെ ഉണ്ടാവോ ഇതുപോലൊരു സ്നേഹം കാണിക്കല്? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയാവോ, ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാനൊക്കെ ഒരാളുള്ളത്.
എത്ര നല്ലതല്ലേ. ശരിക്കും നിങ്ങൾ കൂട്ടുകാരെ പോലെയാ. ഒറ്റ കാര്യം ചെയ്താൽ മതി. മരുമോളാന്ന് വിചാരിക്കാതെ നമ്മൾ പ്രസവിച്ച നമ്മുടെ കുഞ്ഞാന്ന് വിചാരിച്ച തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായിടി, എനിക്ക് മനസ്സിലായി. നീ നിന്റെ മരുമോളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ പലപ്പോഴും എനിക്ക് പുച്ഛം തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ആ കൊച്ചു തിരിച്ച് നിന്നോട് കാണിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്കതിന്റെ വില മനസ്സിലായത്.